അല്ല റെസ്റ്റ് പ്ലേസും കാര്യങ്ങളൊക്കെ. സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ വരി കേട്ടോ റാണിപുരത്തേക്ക്. ആളില്ല കേട്ടോ, കണ്ടില്ലേ? ഇവിടെ ആയിരുന്നു വന്നപ്പോൾ റെസ്റ്റ് ചെയ്തിരുന്നത്. ആൾക്കാർക്ക് വന്ന് റെസ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ അത് മൊത്തം പോയിരിക്കുകയാണ്. ഇതൊക്കെ ഒന്ന് നേരാക്കിയിരുന്നെങ്കിൽ. കാരണം ഇനിയിപ്പോൾ വേനൽക്കാലമാണ്. ഇപ്പോൾ ജാനുവരി ഇന്ന് ജാനുവരി 3 കേട്ടോ, 2025 ജാനുവരി 3. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് നല്ല ആൾക്കാരൊക്കെ വരും ഈ ഭാഗത്തേക്ക് ഇരിക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നേരാക്കി കൊടുക്കുന്നത് കുറേ കൂടി നല്ലതായിരിക്കും. ഡിപ്പാർട്ട്മെൻറ്റ് ശ്രദ്ധിക്കുക. ഓക്കെ, ഇവിടുത്തെ കാഴ്ചയാണ് ഞങ്ങൾക്ക് റാണിപുരം. വാട്ട് എ ബ്യൂട്ടി. ഒരുപാട് അങ്ങോട്ടേക്കൊന്നും പോകില്ല കേട്ടോ. നമ്മൾ ഈ ചുറ്റുവട്ടത്ത് മാത്രം കറങ്ങി തിരിച്ചു പോരും. കാണാൻ ഞങ്ങൾ റാണിപുരത്തിൻ്റെ ഭംഗിയൊക്കെ. കഴിവിൻ്റെ പരമാവധി രാവിലെ വന്നിട്ട് എൻജോയ് ചെയ്ത് പോകട്ടോ. കാരണം വൈകുന്നേരം നല്ല കോടയായിരിക്കും. കണ്ടില്ലേ, ഇപ്പോൾ തന്നെ ആ ഭാഗത്തൊക്കെ നല്ല കോടയാണ്. ഒന്നും ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നില്ല നമുക്ക്. അതങ്ങ് അപ്പുറത്ത് ക്യാമറയിൽ കാണില്ല കേട്ടോ. ആ കാണുന്നത് പാണത്തൂർ ടൗണാണ് കേട്ടോ. പാണത്തൂർ ടൗണാണ് ആ കാണുന്നത്. അത് പക്ഷേ ക്ലിയർ അല്ല, കോട ഇറങ്ങിയിരിക്കുന്നുണ്ടേ. കോടയാണ്. 10:10 കേട്ടോ, എന്നിട്ടും കോട പോയിട്ടില്ല. കുറച്ചും കൂടി താഴോട്ട് പോയി നോക്കാം നമുക്ക്. ആനിമൽസ് കണ്ടില്ലേ, അവിടെയൊക്കെ പോകണമെന്നുണ്ട്. പക്ഷെ നല്ല വെയിലായിരിക്കും ടൗണിൽ. എന്തിനപ്പോൾ അവിടെ പോയിട്ട് പ്രത്യേകിച്ച് കാര്യം. നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോകാം. ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, ആൾക്കാരുണ്ട്. ഞാനിത് ശ്രദ്ധിക്കാത്തതുകൊണ്ട്. അങ്ങപ്പുറത്തിട്ട് ആളുകളുണ്ട്. അവരാ ടോപ്പ് പോയിരിക്കുകയായിരുന്നു. ആ പാറ നിങ്ങൾ കണ്ടു കാണും. ആ പാറയിലോട്ട് പോയതാണ് അവർ. കണ്ടില്ലേ, വാട്ട് എ ബ്യൂട്ടി മാൻ, ലുക്ക് അറ്റ് ദിസ്. ഇത് കർണാടക ബോർഡർ കേട്ടോ, കർണാടക സ്റ്റേറ്റ്. ഇത് തലക്കാവരി വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഭാഗമാണ് കേട്ടോ റാണിപുരം. തലക്കാവരി വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഭാഗമാണ് റാണിപുരം. അതുകൊണ്ടാണ് ഈ കർണാടക ബോർഡൊക്കെ ഇവിടെ വന്നത് റാണിപുരത്ത്. ഇവിടുന്ന് അങ്ങോട്ട് കർണാടകയാണ് കേട്ടോ. ഈ ബോർഡിനപ്പുറത്തോട്ട് നമ്മുടെ ഭാഗം കേരളം ഈ ഭാഗത്തോട്ടാണ്. താഴോട്ട് ഇത് കർണാടക. ആ കാണുന്നതൊക്കെ കർണാടക, ഈ കാണുന്നത് കേരളം. ബൗണ്ടറിയാണ് കേട്ടോ. അതുകൊണ്ടാണ് കന്നഡയിൽ ബോർഡ് എഴുതി വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ, എനിക്ക് കന്നഡ അറിയില്ല, അതുകൊണ്ട് വായിക്കാനും അറിയില്ല. വായിക്കാൻ അറിയുന്ന ആളുകൾ വായിക്കുക. ഇതിനപ്പുറത്ത് വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അല്ലേ, ഇവിടെയൊക്കെ വന്ന് ഫോട്ടോ എടുത്തതാണ് കേട്ടോ. ബസ്സിന് യാത്ര ചെയ്യുന്ന ആളുകൾ കാഞ്ഞങ്ങാടിൽ നിന്ന് 8 മണിക്ക് KSRTC കേട്ടോ. KSRTC സർവീസ് നടത്തുന്നുണ്ട് രാവിലെ 8 മണിക്ക് കാഞ്ഞങ്ങാടിൽ നിന്ന്, ബസ് സ്റ്റാൻഡിൽ നിന്ന്. അത് ഏകദേശം 1.25 മണിക്കൂർ എടുക്കും റാണിപുരത്തേക്ക് എത്തുമ്പോൾ. 63 രൂപയാണ് ടിക്കറ്റ് ചാർജ്. 63 രൂപ ഒരാൾക്ക്. കാഞ്ഞങ്ങാടിൽ നിന്ന് 63 രൂപ കേട്ടോ. അതുപോലെ റിട്ടേൺ ബസ് 4:50 വൈകുന്നേരം 4:50 റിട്ടേൺ ബസ്. ഒരു 4 മണിക്കെങ്കിലും നിങ്ങൾ റാണിപുരത്ത് നിന്ന് താഴോട്ട് ഇറങ്ങേണ്ടി വരും. ഫോറസ്റ്റ് സ്റ്റേഷനിലോട്ട് ഇറങ്ങേണ്ടി വരും. കാരണം അവിടെ നിന്നാണ് ബസ് തിരിച്ച് കയറാനില്ല. അപ്പം ഇന്നൊരു ദിവസം ഞാൻ മുഴുവനും ഇവിടെ തന്നെ കാണും. കഴിക്കാനൊന്നും കൊണ്ടുവന്നിട്ടില്ല, എങ്കിലും പരമാവധി ഇവിടെ തന്നെ ചിലവ് ചെയ്ത് ഷൂട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. കാഴ്ചകൾ കാണുക. ഇവിടെ നോട്ടെ, ഇതാണ് കേട്ടോ നമ്മൾ വന്ന വഴി. ആൾക്കാരൊക്കെ വരുന്നതുകൊണ്ട് വഴിയൊക്കെ നല്ല വൃത്തിയായി കിടക്കുന്നുണ്ട് കേട്ടോ. എന്താ ഇത് ഒക്കെ കോട മൂടിയിരിക്കുക കേട്ടോ. അല്ലെങ്കിൽ നല്ല ഭംഗിയായിരുന്നു. കുറച്ചും കൂടി കഴിയണം. ഒരു 12 മണി 1 മണി ആ സമയത്തൊക്കെ ആണെങ്കിൽ കുറേ കൂടി ക്ലിയർ ആയിരിക്കും. ഇപ്പം തന്നെ ഏകദേശം 10 മിനിറ്റ് ആയി കേട്ടോ. ഇപ്പം ഞാൻ ഇത് 3 പാർട്ടായിട്ടായിരിക്കും എടുക്കുക കേട്ടോ. റാണിപുരത്തിൻ്റെ കാഴ്ചകൾ 2-3 പാർട്ടുകളായിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുക. എല്ലാ പാർട്ടും കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, രാവിലെ ഇറങ്ങിയാണ് വീട്ടിൽ നിന്ന്. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് 6 മണിയാകുമ്പോഴത്തേനും നടന്നു. ഇത് കണ്ടില്ലേ, ബ്യൂട്ടി ഓഫ് ഫോറസ്റ്റ്. മൊത്തം കോട മൂടിയിരിക്കുക. കണ്ട, മൊത്തം കോടയാണ്.
അതുകൊണ്ടാണ് ക്ലാരിറ്റി ഇല്ലാത്ത, അല്ലെങ്കിൽ നല്ല ഭംഗിയുണ്ടായിരുന്നേ കാണാൻ. അൺഫോർച്ചുനേറ്റ്ലി നമുക്കത് ആസ്വദിക്കാൻ പറ്റില്ല. ഇതിന് താഴോട്ട് പോയി അനിമൽസൊക്കെ കാണും കേട്ടോ. റാണിപുരത്ത് വെള്ളം കിട്ടും, ഞാൻ കാണിച്ചു തരാം. റാണിപുരത്ത് വെള്ളം കിട്ടുന്നൊരു സ്പോട്ട് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അത് ആരെങ്കിലും ഈ ഭാഗത്തേക്ക് വരുന്നുണ്ടെങ്കിൽ വെള്ളം കിട്ടില്ല എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടണ്ട, ഞാൻ കാണിച്ചു തരാം ആ സ്പോട്ട്. ഓക്കെ, മൊത്തം കോടയാണ് കേട്ടോ, കണ്ടില്ലേ? മൊത്തം കോടയാണ്. ആൾക്കാർ തിരിച്ചിറങ്ങുന്നുണ്ട് കേട്ടോ. ഒരു രാവിലെ പോയതാണല്ലോ. ഒരു ബസ് കണ്ടായിരുന്നു ഞാൻ താഴെ, ഒരു ബസ്സിന് വന്നായിരിക്കാം. ക്യാമറയിൽ ക്ലിയർ അല്ല കേട്ടോ, മൊത്തം കോടാന്നിരിക്കുകയാണ്. പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഒരു ഭംഗിയുണ്ടല്ലോ. ഇങ്ങ് മേലെയാണ് നമ്മൾ. അവിടെ അങ്ങ് കാണുന്ന കല്ലില്ലേ, നമ്മൾ അവിടെ ആയിട്ടാണ് പോകുന്നത്. അതാണ് ഏറ്റവും ടോപ്പിലിരിക്കുന്ന കല്ല്, ഏറ്റവും ടോപ്പിലിരിക്കുന്ന കല്ല്. നമ്മളവിടെ ചെല്ലും. ഈ കുന്ന് ഇതുവഴി ഇങ്ങനെ കറങ്ങി നമ്മളവിടെ ചെല്ലും. ഇവിടുത്തെ കാഴ്ച കണ്ടില്ലേ, കാണിച്ചുതരാം. വാ, മൊത്തം കോടയാണ്ട, അതുകൊണ്ട് ആ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റാത്തത്. ലെറ്റ്സ് സീ. റാണിപുരത്തെ ജലസ്രോതസ് കണ്ടില്ലോ, കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഒരു കപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് വെള്ളം കുടിക്കാൻ, നിങ്ങൾക്ക് വെള്ളം ശേഖരിക്കാൻ. തിരിച്ചു വരുന്ന സമയത്ത് എൻ്റെ കുപ്പിയിലിപ്പോൾ വെള്ളമുണ്ട്, നമുക്ക് ഇറങ്ങണം ഒന്നും കൂടി. തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് വെള്ളം കളക്ട് ചെയ്യാം. ഉണ്ട് കേട്ടോ. നേരത്തെ ഈ ഭാഗത്തൂടെയാണ് ഞാൻ ഇറങ്ങി വന്നത്, ഇപ്പം ആ ഭാഗത്തൂടെ വഴിയാക്കി വെച്ചിട്ടുണ്ട്. അതാ കൺഫ്യൂഷനായത്. കണ്ടില്ലേ, റാണിപുരത്ത് ജലസ്രോതസ് ഉണ്ടാക്കുന്നത്. ഇതാ ഒരു കപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു വാട്ടർ അതോറിറ്റിക്കാർ, ഐ മീൻ ഫോറസ്റ്റുകാർ കൊണ്ടുവന്ന് വെച്ചതാണെന്ന് തോന്നുന്നു, കോരിയെടുത്ത് കുടിക്കാൻ കേട്ടോ. കണ്ടല്ലോ, റാണിപുരത്ത് വെള്ളം ഇല്ല എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. വെള്ളമുണ്ട് റാണിപുരത്ത്. എന്താ കുടിവെള്ളം, ഇത് കുടിക്കാം കേട്ടോ, ഒരു പ്രശ്നവുമില്ല കുടിക്കുന്നതിന്. ഇതിനേക്കാളും വൃത്തികെട്ട വെള്ളമൊക്കെ കുടിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. അതുകൊണ്ട് ഈ ഒരു വെള്ളം കുടിക്കാമോ എന്നൊരു ചോദ്യം ആരും ചോദിക്കരുത്. കണ്ടില്ലേ, റാണിപുരത്തെ ജലസ്രോതസ്. ഇത് കുടിവെള്ളം കിട്ടും കേട്ടോ, ഒരു കുഴപ്പമില്ല. വെള്ളത്തിന് മേടിക്കണ്ട, ഭക്ഷണം മാത്രം കരുതിയാൽ നിങ്ങൾ. ഒരു കുപ്പി കൊണ്ടുവരിക അത്യാവശ്യം, കാരണം ഈ ഒരു സ്പോട്ടിൽ മാത്രമേ വെള്ളമുള്ളൂ. റാണിപുരത്ത് എവിടെയാണ് വെള്ളമുള്ളതെന്ന് അറിയാത്ത ആളുകൾക്ക് ഈ വ്യൂ പോയിന്റ് നോക്കിയാൽ കേട്ടോ. ഫോറസ്റ്റിൻ്റെ ഇതും ഈ ടവറും ഇതിന് തൊട്ട് താഴെ കൂടി ഒരു വഴിയുണ്ട് കേട്ടോ. കണ്ടോ, ഈ വഴി, ഈ വഴി അങ്ങ് ഇറങ്ങിപ്പോയാൽ മതി. കുറച്ച് ദൂരം ഇറങ്ങണം, അപ്പോൾ കാണാം നിങ്ങൾക്ക്. കത്തിസ് ആളുകളൊക്കെ വരുന്നുണ്ട്. ഇതുപോലെ ഇത് ക്യാമറയിൽ കാണുന്നുണ്ടോ അറിയില്ല. ഇതേ ആ പോസ്റ്റ് ഉണ്ടല്ലോ, ആ ടവറിന് താഴെ കൂടി ഒരു വഴിയുണ്ട്, അവിടെയാണ് വാട്ടർ പോയിന്റ് കേട്ടോ.